ഹായ് ഫ്രണ്ട്സ്, അസാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളിലൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വയനാട്ടിലെ ദുരന്തം കണ്ടതിൽ പിന്നെ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഒരു മനസ്സിന് വിഷമമാണ്. അതുപോലെ തന്നെ നമുക്ക് കേരളീയരെല്ലാവരും പേടിച്ചിരിക്കുന്ന ഒരു സന്ദർഭമാണ്. അപ്പോൾ അതിൻ്റെ ആഘാതം നമ്മളിൽ നിന്ന് വിട്ടുമാറുന്നതേ ഉള്ളൂ. അപ്പോൾ മുല്ലപ്പെരിയാറിൻ്റെ കാര്യം പറഞ്ഞ് ഒരുപാട് വീഡിയോസും കാര്യങ്ങളും ന്യൂസുകളും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. മുല്ലപ്പെരിയാർ പൊട്ടും അങ്ങനെയൊക്കെ പറഞ്ഞാൽ അത് ശരിയാണോ പൊട്ടുമോ അതൊന്നും എനിക്കറിയത്തില്ല. അതിനെക്കുറിച്ചൊന്നും പറയാൻ ഞാൻ ആളുമല്ല. പക്ഷേ എന്നാലും നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം എന്നൊരു കാര്യം പറയാനുണ്ട്. പിന്നെ അതുപോലെ ഇന്നിപ്പോൾ ന്യൂസിൽ കണ്ടു, കേരളത്തിലെ 4 ജില്ലകളിൽ ഭൂമിക്കടിയിൽ നിന്ന് പ്രകമ്പനം ഉണ്ടായി, ഉഗ്ര ശബ്ദം കേട്ടു. അതുപോലെ തന്നെ മുറിക്കകത്ത് സാധനങ്ങളൊക്കെ അനങ്ങി, ജനച്ചില്ലകളൊക്കെ കുലുങ്ങി എന്നൊക്കെ പറഞ്ഞ് വാർത്തയിൽ ഒരു ഉച്ചയായപ്പോൾ തൊട്ട് കാണുന്നുണ്ട്. അപ്പോൾ മലപ്പുറം, കോഴിക്കോട്, അതുപോലെ തന്നെ വയനാട്, പാലക്കാട് ഇവിടെയൊക്കെയാണ് ഇപ്പോൾ ഇത് കേട്ടതായിട്ട് പറയുന്നത്. അപ്പം നമ്മുടെ ഒത്തിരി സുഹൃത്തുക്കൾ ഈ സ്ഥലങ്ങളിൽ എല്ലായിടത്തും ഉണ്ട്. കോഴിക്കോടും വയനാടും മലപ്പുറവും പാലക്കാടും ഒക്കെ നമ്മുടെ ഈ യൂട്യൂബിലുള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, അറിഞ്ഞോ അറിയാതെയുള്ള ഒരുപാട് ആളുകൾ. അപ്പം എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം, എപ്പോഴും സേഫായിട്ടിരിക്കാൻ ശ്രദ്ധിക്കണം. നമുക്ക് ഉറക്കത്തിലാണേലും ഉണർവിലാണേലും എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. കാരണം ഇപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്താണെന്ന് നമുക്കറിയത്തില്ല. പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല, ഞാൻ എൻ്റെ ആശങ്ക കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ. എപ്പോഴും നമ്മൾ സേഫായിട്ടിരിക്കണം, എപ്പോഴും ശ്രദ്ധ വേണം. അതുപോലെ തന്നെ എന്തെങ്കിലും നമുക്കൊരു അപകടമായിട്ട് തോന്നുന്നൊരു സന്ദർഭം ഉണ്ടെങ്കിൽ ആ സ്ഥലത്തു നിന്ന് ഉടനെ തന്നെ മാറി താമസിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. നമുക്ക് നമ്മുടെ സ്വത്തോ സ്ഥലവോ അല്ലെങ്കിൽ മറ്റൊന്നുമല്ല കാര്യം, നമ്മുടെ ജീവനാണ് നമുക്ക് പ്രധാനം. നമ്മുടെ ജീവിതവും ജീവനും നമ്മുടെ സ്വന്തപ്പെട്ടവർ, നമ്മുടെ ബന്ധുക്കൾ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ ബാക്കിയെല്ലാം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അത് കാരണം നമ്മൾ ഇതുവരെ അധ്വാനിച്ച് നേടിയതെല്ലാം പോകുമല്ലോ, നഷ്ടപ്പെടുമല്ലോ ഒന്ന് ഓർത്ത് ഒരു അപകടകരമായ സാഹചര്യം ഉണ്ടായാൽ മാറി താമസിക്കാതിരിക്കരുത്. നമ്മുടെ ജീവനാണ് നമുക്ക് ഏറ്റവും പ്രധാനം. നമ്മുടെ മക്കളുടെ അല്ലേ, അമ്മയുടെ, അച്ഛൻ്റെ അല്ലേ, കൂടപ്പുറപ്പിൻ്റെ എല്ലാവരുടെയും, നമ്മുടെ അയൽപക്കക്കാരുടെ, അങ്ങനെയുള്ളവരുടെ എല്ലാവരുടെയും ജീവനാണ് നമ്മൾ പ്രാധാന്യം നൽകേണ്ടത്. അത് കാരണം അപകടം ഉണ്ടാകും എന്നൊരു തോന്നലുണ്ടായാൽ ദയവായിട്ട് നമ്മുടെ കൂട്ടുകാർ കാണുന്നവരും കാണാത്തവരുമായിട്ടുള്ള എല്ലാവരും ആ സ്ഥലത്ത് നിന്ന് മാറി താമസിക്കണം. അത് ഒന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തത്. ഇതിപ്പോൾ ശരിയാണോ തെറ്റാണോ ഈ വീഡിയോ ചെയ്തതെന്നൊന്നും എനിക്കറിയത്തില്ല. എന്നാലും ഇതെല്ലാം കണ്ട് ശരിക്കും മനസ്സ് വിഷമിച്ച് പേടിച്ചിരിക്കുന്ന ഒരു വീട്ടമ്മയാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സന്ദേശം നിങ്ങളിലോട്ട് എത്തിക്കണമെന്ന് വിചാരിക്കുന്നത്. അത് കാരണം ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കണം. നിങ്ങളെ ആരെയും പേടിപ്പെടുത്താനല്ല ഞാനിത് പറയുന്നത്. എല്ലാവരും സേഫായിട്ടിരിക്കണം. നിങ്ങൾ എല്ലാം മുൻകൂട്ടി കണ്ട് ചെയ്യാനായിട്ട് തയ്യാറായിട്ട് തന്നെ ഇരിക്കണം. അപ്പോൾ ഇത് പറയാനാണ് ഞാൻ വന്നത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.